ആ കാറ് തോമസ് വൈദ്യന്റെ വീട്ടിലേക്കാണോ പോകുന്നതെന്ന് അറിയണം. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടും. ഈ നാടകം വിഷുവിനപ്പുറം പോവാൻ ഞാൻ സമ്മതിക്കില്ല മാവാ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ ഉണ്ണി എല്ലാ സത്യങ്ങളും കൈയോടുകൂടെ പൊക്കുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ ഉണ്ണി ഇവരെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി അനന്തുൻ്റെയും ലേഖയുടെ വീട്ടിൽ ആരും അറിയാതെ വരുന്നുണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും കൂടെ നമ്മുടെ മഹാലക്ഷ്മിയും അനന്തവും ലേഖയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുന്നു. അപ്പൊ നമ്മുടെ ഉണ്ണി മനസ്സിൽ പറയുന്നുണ്ട്, ഇവർ തോമസ് വൈദ്യരുടെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം, എന്റെ സംശയങ്ങൾ സത്യമാണെന്ന് എനിക്ക് അതോടുകൂടി ഉറപ്പിക്കാൻ സാധിക്കും എന്നും പറഞ്ഞ് ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. ശേഷം ഇവർ കാറിന് പോകുമ്പോൾ പിന്നാലെ പോകുന്നുണ്ട്. അപ്പൊ ഇവർ കൃത്യമായിട്ട് നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്തേക്കാട്ടോ പോകുന്നത്. അപ്പൊ നമ്മുടെ ഉണ്ണിക്ക് മനസ്സിലായി, കണ്ണന് മെസ്സേജ് അയക്കുന്നവർ ഇവര് തന്നെ എന്നുള്ള കാര്യം മനസ്സിലായിട്ടോ. പിന്നീട് ഉണ്ണി ഈ കാര്യം വാമദേവനോട് പറയുകയാണ്. അപ്പൊ വാമദേവൻ പറയുന്നുണ്ട്, അപ്പൊ അവന്റെ അനുമതിയോടെയാണ് ആ കുഞ്ഞ് മഹാലക്ഷ്മിയുടെ ഉള്ളിൽ വളരുന്നത്. ആ കുഞ്ഞിനെ അധികം നാള് ജീവിക്കാൻ അനുവദിച്ചൂടാടാ എന്നിങ്ങനെ പറയുകയാട്ടോ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത്. അപ്പൊ ഉണ്ണി പറയുന്നുണ്ട്, അവരുടെ കാര്യം ഞാൻ വിഷുവിന് മുമ്പ് സെറ്റിൽ ചെയ്യും, അമ്മാവൻ നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അതായത് ഉണ്ണി വിഷുവിന് മുമ്പ് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലും എന്ന് തന്നെ ആട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഉണ്ണിക്ക് അടുത്ത് തന്നെ അപകടം പറ്റുന്ന ഒരു നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അല്ല, അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഇവരെ ഉപദ്രവിക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവരായിരിക്കുമല്ലോ ലാസ്റ്റ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നേ. അപ്പൊ എന്തായാലും ഉണ്ണിയുടെ വിധി അടുത്ത് തന്നെ വരാൻ പോകുന്നു എന്നർത്ഥം. അല്ലെ കൂട്ടുകാരെ, കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.